കറക്റ്റ് കൊള്ളക്കാർ വണ്ടിയില്ലേ? നമ്മളെ സമ്പാദ്യം നമ്മളതല്ലേ അമ്മമാരുടെ സമ്പാദ്യം. 4446 ഗൈസ് ഇമ്മമ്മ ഒറ്റക്ക് ഉണ്ടാക്കിയാണ്. 500 രൂപയ്ക്കോ? മതിയോ? മതി, ധാരാളം. ആണോ ഗൈസ്? അപ്പൊ ചാത്തമുണ്ടെന്ന് ഞാനാക്കി തരാം കാർ എടുക്കാൻ പോണത്. ഇനി അങ്ങോട്ട് ഡ്രൈവിംഗ് എന്താന്ന് ഇനി ഞാൻ കാട്ടിത്തരാം. ഞാൻ അത്രക്ക് കൊച്ചാക്കല്ലേ അമ്മമ്മ. എടാ എന്താ എന്തേ സ്വന്തമായിട്ട് വണ്ടിയിലെ ആൾക്കാരൊക്കെ ഇങ്ങനെ ഇടക്കിടക്ക് നോക്കും. അത് എന്റെ നോക്കിയേച്ചി വ്ളോഗ് ഓണായിക്കോ ആണോ? ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗ് സ്വാഗതം ഗൈസ്. ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ് ഇമ്മമ്മാൻ്റെ ഒരുപാട് നാളത്തെ കഷ്ടപ്പാടിനൊടുവിൽ, അതായത് ഉണ്ടും ഉറങ്ങിയും കടന്നും വർക്കൗട്ട് ചെയ്തുണ്ടാക്കിയ ഗൈസ് സ്വന്തം സാധനം. അങ്ങോട്ട് നോക്ക്, ഇതാ ഇമ്മമ്മാനെ സൂമോട്ട് ആക്കി കൊടുക്കടാ, സൂമാക്കി കൊടുക്കേ. ഇല്ലെങ്കിലും ഗൈസ് ഇമ്മമ്മാൻ്റെ ഒരൊറ്റ കഠിന പ്രയത്നം കൊണ്ട് ഉണ്ടാക്കിയ സാധനമാണ് ഗൈസ് നിങ്ങൾ ഈ കാണുന്ന. ഇതെന്താണ് മമ്മ? ഒട്ടുപാല്. ഷീറ്റല്ല ഗൈസ്, ഒട്ടുപാല്. അതെന്താ കാണിച്ചു തരാം നിങ്ങൾക്ക്? അതൊന്ന് കാണിച്ചു കൊടുത്താണ്. ഇതിന്റെ മണാണെങ്കിൽ ഒരു മറ്റോടത്ത് മണമാണ്. ഇതുണ്ടല്ലേ ഗൈസ് സാധനം. രാവിലെ ഗൈസ് എത്ര മണിക്ക് മമ്മ നീച്ച് പണിയെടുക്കല്? അങ്ങനെ വെളുത്ത് വരുമ്പോ ഗൈസ് ഇമ്മമ്മ ടൈം പോലും നോക്കലില്ല. നിങ്ങളത് ആലോചിക്കണം. മിണ്ടല്ലേ, ടൈം പോലും നോക്കലില്ല ഗൈസ്. ടൈം പോലും നോക്കാതെ രാപ്പകൽ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ മുതലാണ് ഗൈസ് ഇത്. അവിടെ നിൽക്കണണ്ടില്ലേ? അതായത് ഉണ്ടാക്കാന്നല്ലാതെ അതിനെ കൊണ്ട് വേറൊരു ഇതും ഇല്ലാത്ത ഒരാളാണ് ഇല്ലേ? അതൊന്ന് പറഞ്ഞു കൊടുത്തു ശരിക്ക്. ഇനിക്കാളും ഉമ്മമാക്കെല്ലാം അറിയാം. ഒന്ന് കറക്റ്റ് പറഞ്ഞു കൊടുക്കും. ഇതിന്റെ കാര്യമൊന്നും നോക്കാൻ അറിയില്ല. അതാണ് ഗൈസ്, ഇതിന്റെ കാര്യങ്ങളൊന്നും ഇമ്മാക്ക് അറിയില്ല, ഉമ്മമാക്ക് മാത്രമേ അറിയുള്ളൂ. രാവിലെ 5:30 നീച്ച് പണിയെടുത്ത് വർക്കൗട്ട് ചെയ്ത് ഉണ്ടാക്കുന്ന സാധനമാണിത്, ഒട്ടുപാല്. ഇവിടുത്തെ റബായത്ത് 11 മരം, 10-15 ഉണ്ട് ചെറിയതൊക്കെ. മരം തന്നെ ചെറുത് ചെറിയ ഇതെണ്ണാ നിക്കമ്മ 10-15 മരം ഉണ്ടോ? ചെറിയ തെജ്ജകളും കൂടി 18 അതല്ല ഈ സാധനം എണ്ണാ നിക്കാണോ? ഇതാണ് ഡബ്ബറിന്റെ കാര്യം പറഞ്ഞു. കൂട്ടി പറയല്ലേ, ഇത് വ്ളോഗാണ്, ആൾക്കാർ വന്ന് എണ്ണും. ആയിക്കോട്ടെ, വലിയത് 8 ഉണ്ട്. സാധനം എത്ര വെട്ടലുണ്ട് എന്ന് പറഞ്ഞു? എല്ലാം വെട്ടലുണ്ട്. ചെറുതും നമുക്ക് പോയി നോക്കി കളി ആണെങ്കിൽ വേണ്ട ഇനിയിപ്പോ അങ്ങനെ കേട്ടെ. അപ്പൊ ഗൈസ് നമ്മൾ ഇറങ്ങുകയാണ്. എന്ത് അങ്ങനെങ്കിലും ഗൈസ് ഇമ്മക്ക് ഒരു പണി ഉണ്ടാവട്ടെ. ഉമ്മ പറഞ്ഞത് ഗൈസ് നാളെ ആ ഡബറൊക്കെ ഒന്ന് കുത്തിരുന്ന് എണ്ണണം. ഉമ്മ പറഞ്ഞത് നോണയാണോ അല്ലേന്ന് ഗൈസ് നമുക്ക് നാളെ രാവിലെ ഇതിന്റെ ചുരിദാറിന്റെ പോണ വൈകി നമുക്ക് കൊടുക്കാം. എന്നാ കഴിച്ച് നമുക്ക് അധികം നേരം വൈകിപ്പിച്ചാനില്ല, വേഗം ഇറങ്ങാം. എന്നാ ഉമ്മമാരുടെ സാധനങ്ങളൊക്കെ എടുത്തുകൂടി കഴിച്ച്. ഇത് ഉമ്മമാരുടെ വരുമാനമാണ് കേട്ടോ. പിന്നെ വേറൊരു കാര്യം അത് എനിക്കിപ്പോ തന്നെ പറയാണ്ട്. ഇതേ ചാക്കില് കിടക്കണ തൂക്കത്തിന് ഇതിന് കായിട്ടുള്ളൂ. തൂക്കത്തിന് എന്താ വില ആവട്ടെ, ചാക്ക് കാണിച്ചിട്ടുണ്ട്. അതൊന്നും കുഴപ്പമില്ല. എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മളെ വണ്ടിയിലാണ് പോണത്. 200 രൂപയ്ക്ക് എണ്ണ അടിച്ചണം. എണ്ണക്കുള്ള കായൊക്കെ ഉണ്ടാവും. എണ്ണക്കുള്ള കായും ഒക്കെ ഇന്നാ നമ്മള് കഴിച്ച് ഇത് കൊണ്ടുപോകണ ഈ കാര്യം. ഉമ്മ തൊടരുത് അറിയാ എന്തിനാ അറിയോ? അതിന് എടുക്കാക്കാൻ ഈ കാര്യം, അല്ലാതെ ഞാൻ വിളിക്കൊണ്ടോ? എങ്ങനെ നിങ്ങൾക്ക് വയ്ക്കുവോ? അല്ലെങ്കിൽ ഞാൻ ഇറക്കി തരാം. അല്ലെങ്കിൽ ആൾക്കാരെ വിളിച്ച് ഇറക്കി തരണ്ടല്ലേ? എന്നാ ഇവിടെ വന്നാ അമ്മമ്മ അങ്ങനെ പല്ലും മറി. ഇവിടെ വന്നാ കഴിച്ച് വേറൊരു കാര്യം, മമ്മി ഇമ്മയും ഇവിടെ തെറ്റിലാണ്. അത് പിടിച്ചാണ് ആയിക്കോട്ടെ. ഇവിടെ ഇടുക്കി ഉമ്മമ്മയുടെ മുമ്പ് കിടന്നാണ്. ഇത് കുറച്ചുള്ളടാ, അത് കുഴപ്പമില്ല. ഇതേറ്റി അത് വണ്ടി താക്കൂല എടുക്കി എന്നിട്ട് ഏറ്റി ഇടുക്കുമ്മ. മൗനം സമ്മതം കേട്ടില്ലേ? മൗനം സമ്മതം കേട്ടിട്ടില്ല. വലിയ കനല്ലാത്ത അമ്മമ്മക്ക് തരാം. ആ പൈസന്റെ കാര്യം എനിക്കറിയില്ല. അത് പോകൂലേ? മേളിൽ പിടിച്ചു. ഓക്കെ അല്ലേ? ആരിത്
വണ്ടി വെച്ച് കൊണ്ട് ഇറക്കി കളറാ സ്കൂട്ടി ഇല്ലേ എന്നാടാ ഇത് പിടിച്ചോ ഞാൻ വീട് എടുത്തില്ലേ അത് പിടിച്ചോ ഞാനും പണിക്കാരനായ അപ്പൊ ഗൈസ് ഞങ്ങൾ ഈ ലോഡൊക്കെ ഏറ്റിയിട്ട് ഗൈസ് നമ്മൾ ഇത് വിൽക്കാൻ പോകുകയാണ്. എങ്ങോട്ടാ ഞങ്ങൾ പോണ വെച്ച് കഴിഞ്ഞാൽ ഗൈസ് ഉപ്പടക്കാണ്. ഉപ്പടെ നമ്മള് കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തോടത്തേക്കല്ലേ എന്ത് അത് ഏറ്റാൻ വയ്ക്കണില്ല കാലും കൊണ്ടല്ലേ ഏറ്റേണ്ടിയത്. ഓക്കേടാ നമുക്കേ ഇതിന് പോയിട്ടേ പീടിയന്റെ കയ്യിൽ തിരിയാ അങ്ങനെ തിരിയണ്ട ഉപ്പടെ തന്നെ ഉണ്ടാ തിരിയണ വെച്ച് അല്ല ഇത് നമ്മൾ എന്നും കൊടുക്കണോടത്തല്ലേ കൊടുക്കണ്ടേ. ആ കാക്കാന്റെ വീടിൽ പിന്നെ എന്തെയ്യോ നമ്മൾ ഉപ്പടക്കൂടെ പോണി നമ്മൾ ചാത്തമ്മടെ കൂടെ പോയ പോരെ. തേയില പോയാലും മതിയില്ല. അല്ല വണ്ടി എവിടെ വെച്ചിങ്ങടാ ഇവിടെയാണോ അതാ അവിടെ അല്ലേ അപ്പുറത്താണ് ഗൈസ്. ഞാൻ അവിടുന്ന് പോയാണ്ട് എടുത്ത് കൊണ്ടുവരണം. അല്ലാ അവിടുത്തെ കൊണ്ടുപോയി അതല്ലേ കൊണ്ടുപോയി അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അവിടുന്ന് വെക്കാം. വണ്ടി വെക്കണം ഗൈസ് അവിടെ നിർത്തിയിട്ടിരിക്കുന്നു. അവിടെ തിരിച്ചല്ലേ അല്ല ഇവിടെ ഇവിടെ വെക്കുക. എന്നിട്ട് വണ്ടി എടുത്തോണ്ടേ വണ്ടി എടുത്തോണ്ടോ ഗൈസ് ഓൻ പോയാണ്ട് വണ്ടി എടുത്തോണ്ടിരട്ടെ. മൈക്കെടുത്തോ. ചാക്ക് കാലഞ്ചുണ്ട് 10 കിലോ ഉണ്ടായ മതി. എങ്ങനെ മാമ ചാക്ക് കാലഞ്ചുണ്ട് 10 കിലോ ഉണ്ടായ മതി. 10 കിലോ ഉണ്ടാവോ? കിലോന് ഇപ്പൊ എത്ര റേറ്റ് ആവോ? ആർക്കറിയാം. ആരപ്പന് വില ചോദിക്കണം. എന്നാലും ഏകദേശം മാൻ്റെ ഒരു അറിവിൽ ഇത്ര ചാക്കിന് എത്ര രൂപ കിട്ടും? ചാക്കല്ല തൂക്കത്തിൽ അല്ല എന്നാൽ ഇത്ര ചാക്ക് കണ്ടിട്ട് മമ്മാന്റെ ഒരു ഉദാഹരണത്തിന് അത്ര കിട്ടും. ഇത് 10 കിലോനൊന്നും ചാക്കിലില്ല. അല്ല കമ്മട്ടം പറഞ്ഞോ. കിലോക്ക് എന്താ വില? 10-15. അത് ഞാൻ കമ്മട്ടാണ് ചോദിച്ചത്. എത്ര കിട്ടും? 10-15 കിലോ ഉണ്ടാവും. ആ കിലോനല്ലേ ഞാൻ ചോദിച്ചത് എത്ര റുപ്യ കിട്ടും? കുട്ടി ഇതിന്റെ വില ഞാൻ എന്താ പറയുക ഡബ്ബറിന് എന്താ വില അറിയോ? ഏകദേശം പറയും ഒരു ഏകദേശം. ഇക്കൊല്ലത്തെ വില 50-ആണോ 60-ആണോ 100-ആണോ? ആയിക്കോട്ടെ ഞാൻ ഏകദേശം എന്നാ പറഞ്ഞേ. 2500 റുപ്യ കിട്ടോ മാമ? ഇല്ല 1500 കിട്ടിയാൽ മതി. 1500 കിട്ടിയാൽ മതി. നമുക്ക് അറിയില്ല സാധനം ഉള്ളത് ഇതില്ലേ കിലോയ്ക്ക് എന്താ വില അറിയില്ല. കിലോന് 100 റുപ്യ ഉണ്ടായാൽ തന്നെ 10 കിലോ ഉണ്ടെങ്കിൽ 1000 റുപ്യ കിട്ടുള്ളൂ. ആണോ? ഓ അങ്ങനെയല്ലേ. നല്ല പിന്നെ എന്താ കരുതിയത്? ഇത് പോതലയാണ് കരുതിയോ? പൊതലേ എന്താ കിലോ തന്നെയല്ലേ ഇതിന് വില. ഈ ചാക്കിന്റെ കനൊക്കെ കുറക്കും ഞാൻ. അപ്പൊ അവിടെ 2 ചാക്ക് കാക്ക അവിടുന്ന് കിട്ടോ. ചാക്കിന് അതിന് മാത്രം വലിയ കാര്യമല്ലോ. ഓലിപ്പോ 200 കുറച്ചാൽ മതിയല്ലോ. അപ്പൊ നമുക്ക് 1 കിലോ കുറഞ്ഞു. എന്താ പറഞ്ഞ നേരത്തെ ഇത് കൂടെ പോണ എറുമ്പുക്കളേ കൂടെ ഇങ്ങനെ ഇങ്ങോട്ട് പോയിനെ. ഞാൻ ഇത് ഇങ്ങോട്ട് നീക്കിച്ചാ പോല് താഴത്തെ തന്നെ പോയിക്കോട്ടെ. പണി ഉണ്ടാക്കി കൊടുക്ക ഓലിക്ക്. മോനടെ വണ്ടി എടുത്തോണ്ടിരിക്കണ എന്തെങ്കിലും വരുന്നില്ല. അപ്പൊ പൈസ ആയിക്കൊണ്ടിരിക്കണ വണ്ടി എന്താടാ. ഓ ഇങ്ങോട്ട് കൈയാട്ടി തന്നാ. ഇപ്പൊ ഇന്ന് എടുത്തിട്ടില്ലല്ലോ. ഇന്ന് വണ്ടി എടുത്തിട്ടല്ലോ. എടുത്തിട്ടില്ലല്ലോ. ഇപ്പോഴല്ലേ സ്റ്റാർട്ട് ചെയ്യണേ. പൈസ ആക്കി എടുക്കണോ? അതിൻ്റെതായതുണ്ടാവും. അതിൻ്റെ എല്ലാം അതുണ്ട്. ഗൈസ് വണ്ടി വരുന്നുണ്ട്. കറക്റ്റ് കൊള്ളക്കാര വണ്ടിയില്ലേ? കറക്റ്റ് കൊള്ളക്കാര വണ്ടിയില്ലേ? എങ്ങനെ തിരിച്ചുണ്ടെങ്കിൽ തന്നെ അല്ല ഇങ്ങനെ തന്നെ എന്തിനാ തിരിച്ചത്? ഇവിടെ അല്ല ബാക്കിലാണ് ഡിക്കിലാണ് റെഡിയത്. ഡിക്കി പിന്നെ എന്തിനാ? ആരാണ് ഡിക്കൊക്കെ വലിയ ഡിക്കാണ്. അതിന്റെ ഡിക്കിൽ കൊള്ളാൻ മാത്രം ഒന്നുമില്ല. നമ്മളെ സ്പീക്കറിന്റെ ബോക്സ് ഉണ്ട്. നമ്മളെ സമ്പാദ്യം നമ്മളതല്ലേ അമ്മമാരുടെ സമ്പാദ്യം. അതൊക്കെ കൊള്ളും. ഇതിന് മുകളിൽ തന്നെ വെക്കാനുള്ളേ. അത് എങ്ങനെ അതൊന്നും അറിയില്ല. ധൈര്യമായിട്ട് പോവാം. നമുക്ക് അതിന്റെ മുകളിൽ വെക്കാൻ പറ്റുവേ. ചെറിയ 2 ചാക്കല്ലേ? വേണ്ട ധൈര്യം. എന്നാ എന്തേലൊക്കെ ചെയ്യല്ലേ. ഗൈസ് നമ്മൾ ഇത്രക്കും അധ്വാനിച്ചിനെ വണ്ടിയിൽ എണ്ണ ഇട്ടെന്ന് പറഞ്ഞോണ്ടാണ്. എങ്ങനെയാണ് അവിടെ നിങ്ങൾക്ക് ലോഡും കൂലിയും വേണമെന്ന് തരില്ല. ഇച്ച ഞാൻ ഒരു കാര്യം കണ്ടിക്കണം. എടുക്കണം പുറപ്പും വിരിപ്പ് കൊടുക്കണം. പുറപ്പും വിരിപ്പോ നമുക്ക് അമ്പാണ് എടുത്തിട്ട് വരല്ലേ? കടയിൽ പോണേ. അപ്പൊ പുറപ്പും വിരിപ്പും ഇല്ല ഇവിടെ. അവിടുത്തെ കാര്യം ഇച്ചറിയണ്ട. ഞാൻ കാര്യല്ല പറഞ്ഞു. നാട്ടുകാരെ കാര്യം ഞാൻ പറഞ്ഞില്ലല്ലോ. നാട്ടുകാരെ കാര്യം ഞാൻ പറഞ്ഞ എന്റെ കാര്യമല്ല. സ്വന്തം മകളിപ്പോ നാട്ടുകാരായി. ഇത്രയും നേരം മകളാണ്.
ഇവര് തമ്മിലുള്ള തെറ്റല് ഗൈസ് 3 ദിവസമായി തുടർന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയില്ല ഗൈസ് ഈ എപ്പിസോഡ് എത്ര വരെ പോകുന്നത് നമുക്കറിയാം, നമുക്ക് കണ്ടറിയാം. എവിടെ എത്താൻ പോകുന്നത് നമുക്കറിയില്ല. നമ്മളിനി നേരെ പോകാൻ വേണ്ടി നോക്കുകയാണ്. ചെന്നിട്ട് ഇനി സാധനം കൊടുക്കട്ടെ, കൊടുത്തിട്ട് എത്ര രൂപ കിട്ടും അറിയില്ല. എത്ര കിട്ടിയാലും അതൊരു വലിയ ലാഭാണ് ഗൈസ്. അതെ, എന്തായാലും ഇനി നേരെ നമുക്ക് പോയൊക്കെ നോക്കട്ടെ. അല്ല പോകുമ്പോ ഇനി അല്ല പോയി വരുമ്പോ ഉമ്മാന്റെ ചുരിദാർ അടിച്ചാൽ കൊടുക്കും വേണം, മറ്റേ നൈറ്റ് ഇതും വാങ്ങും. പോകുമ്പോഴാ കൊടുക്കണേ. എന്നാ പോകുമ്പോ കൊടുത്തിട്ട് അങ്ങനെ പോവാം. ആ ഓക്കെ പോവല്ലെന്നാ പോവാ. വണ്ടി എടുത്തു ഗൈസ്. ആ ഒലക്കരും കയ്യിലില്ലോണ്ട് അടിച്ച. അങ്ങനെ ഗൈസ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്താനായി ഗൈസ്. എവിടെ തയ്ച്ചാൽ കൊടുക്കല്ലോ ഇവിടെ അമ്മ? ചേച്ചിനോടാണ് ഗൈസ് നമ്മള് തയ്ച്ചാൻ കൊടുക്കല്. മൈക്കല്ലാതെ പോണേ. മൈക്കല്ലാതെ എന്ത് പറയാനാണ്? പറഞ്ഞോട്ടെ, ഉമ്മാന്റെ വിഷയമാണ് ഗൈസ്. എന്താണ് ഗൈസ്? പിന്നെ വേറെ കാര്യം, അത് ഉമ്മാന്റെ പുതിയ തട്ടാണ്. എന്താണ് നിങ്ങളെ എല്ലാരും എങ്ങനെയുണ്ടെന്ന് കമന്റ്. ഉമ്മാന്റെ അഭിപ്രായം ആര് എന്നാണ് മമ്മ? ഇത് ബന്ധുക്കാരാണ് കുട്ടീൻ്റെ 40 നമ്മള് അറിവിന്. അതായത് ഉമ്മമാന്റെ നടുത്ത മകന്റെ അമ്മായിന്ന് കൊടുത്താണ് ഗൈസ്. എന്തായാലും നല്ലൊരു പുള്ളിക്കട്ടമാണ് അല്ലേ? കഴിഞ്ഞോ? കൊടുത്തോ? നൈറ്റി ഉണ്ടടാ എടാ, ഇതിക്ക് നൈറ്റി സീലുണ്ട്. ആ ഓക്കെ, നമുക്ക് സെറ്റ് ആക്കാം. എന്നാ ഇനി നേരെ പോവല്ലേ? ഇവിടെ വാടാ, അതൊന്നും കാണാനില്ലല്ലോ. ഇതൊക്കെ എവിടെ? ഇതൊക്കെ വലിയ സ്കൂളുകാരനൊക്കെ ഇപ്പൊ വലുതായില്ലേ? നമ്മളൊക്കെ മറന്നില്ലേ? ലംബോർഗിനി എന്താ പറയല്ലേ? വണ്ടി എങ്ങനെയുണ്ട്? രസമുണ്ടോ? ഒന്നും പാടെ അടിപൊളിയാക്കടോ വണ്ടി. അപ്പൊ വെയിറ്റ് ചെയ്യും. അപ്പൊ ഗൈസ് നമ്മൾ പോകുകയാണ്. പോയടാ എടാ, അവിടെ ഒരു കൂട്ടം ഗ്രൂപ്പ് ചെക്കന്മാര് നോക്കിക്കണ്ട്. നമ്മള് നോക്കിക്കാണോ? നമ്മൾ നോക്കിക്കാണോ? നമ്മക്ക് ഓട്ടാൻ അറിയാത്ത നോക്കിക്കാണെന്ന് അറിയില്ല. നമ്മളെ തന്നെടാ. ഇയാളെ മോനെ പോയി ഞങ്ങളെ നാട്ടിലത്തെ ഫാൻസ് ആണ്. ഓക്കെ എടാ മോനെ അടുത്തത് ഗൈസ്. ഇതിനുള്ളിൽ നമ്മൾ പുതിയ ഫാനൊക്കെ നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കണേ. ഇതാണ് ഗൈസ് നമ്മളെ ഫാന്. ഇത് കാട്ടി കൊടുത്തേനെ. ഇത് ഗൈസ് നമ്മളെ വണ്ടിനുള്ളിൽ പുതിയതായിട്ട് വെച്ച ഫാനാണ്. എങ്ങനെയുണ്ട് നോക്കിയിട്ട് എല്ലാവരും കമന്റ് ചെയ്യുക ഗൈസ്. നല്ല ഫാനാണ്. ഇതിൽ AC ഇല്ല. AC ഇല്ലാത്തപ്പോ നമുക്ക് ഫാൻ നിർബന്ധമാണ്. സത്യം. അപ്പൊ അതിന് നമ്മളൊരു ഫാന് സെറ്റാക്കി എടുത്തു. കുഴപ്പമില്ല, അപ്പൊ നല്ല കാറ്റുണ്ട്. ഗൈസ് അങ്ങാടി എത്തി. നമ്മൾ വണ്ടി എത്ര ഓട്ടാൻ പഠിച്ചാലും ഉണ്ടല്ലോ, സ്വന്തം അങ്ങാടി എത്തുമ്പോ ഗൈസ് നമ്മള് കയ്യും കാലിനും ഒരു പറയലേക്കാരം. ഇവിടുന്ന് വണ്ടി ഓഫ് ആവുമല്ലേ നോക്കാം. അതെ, ഇവിടുന്ന് നോക്കാം. എന്തായാലും വണ്ടി ഓഫ് ആവലുണ്ട്. കിട്ടുവോ? അങ്ങനെ കിട്ടി. കുഴപ്പമില്ലാതെ പോയി ഗൈസ്. ഇതാണ് ഞങ്ങളെ സ്കൂള്. ഞങ്ങൾ ചെറുപ്പത്തിൽ പഠിച്ചു നടന്ന സ്കൂളാണ്. ഞാൻ 2ാം ക്ലാസ് വരെ. ഞാനും 3ാം ക്ലാസ് വരെ. ഓ അങ്ങനെ. ഓക്കെ, ഇവിടെ അല്ലേ ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ നമ്മളെ സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ഇറങ്ങിക്കോളി. എവിടെ ഡോറാ? അവിടെ മോട്ടെ ഹാൻഡ് ബ്രേക്കടാ. വണ്ടി പോണേ പോടാ. ഓ ഹാൻഡ് ബ്രേക്കടാ. ഒറ്റ പോക്കാം. ഞാൻ നോക്കുമ്പോ വണ്ടി പോണ്ട്. ലോഡിങ് ഇറക്കിക്കൊണ്ടിരിക്കാണ് ഗൈസ്. അല്ല, ഞാൻ ആ വണ്ടി വരുന്നുണ്ട്. ആ വണ്ടിയാണ് പോട്ടെ, അല്ലെങ്കിൽ ഞാൻ ആ വണ്ടി കയറി പോകേണ്ടി വരും. തുറന്നോ? ഫസൽ ഫാമിലിയാണ്. ഫാനാണോ? താനുമൂലേ? ആ ഇവിടെ എടുത്തടാ, മറ്റേ വളവിൻ്റെ അവിടെ. ആ കുളം കഴിഞ്ഞിട്ടേ, ഇവിടുത്തെ കുളം കഴിഞ്ഞിട്ടേ ഷംനന്റെ പേരൻ്റെ അവിടെ. അവിടെ യൂട്യൂബ് വീഡിയോ കാണുന്നുണ്ടോ? എത്ര കാണുന്നുണ്ട്? എങ്ങനെയുണ്ട്? എല്ലാം കാണണം കേട്ടോ. ഈ വീഡിയോയിൽ ഉണ്ടാവും. അപ്പൊ ഇത് പ്രത്യേകമായി കാണണം. അപ്പൊ എന്തായാലും ഉറപ്പായി കാണാം. പെരക്കാരോട് കാണാൻ പറയണോ? എന്നാ ഓക്കെ. എന്നാ
കേട്ടോ കാണാം. കുട്ടികളോട് കാണാൻ പറയാം കേട്ടോ. എല്ലാവരും കാണാൻ പറയാം. ഓരോടൊക്കെ പറഞ്ഞു. അപ്പൊ ഓക്കെ നോക്കി പോയിക്കോട്ടെ. ബസ് വരുന്നുണ്ട്. ഓക്കെ ഓക്കെടാ ടാറ്റട കുട്ട. എന്നാ, അങ്ങനെ guys, ഇമ്മമ്മ അനക്ക് എണ്ണ അടിച്ചാ വേഗം കയ്യണ്ട. എന്നാ. 500 രൂപയ്ക്കോ? ചില്ലറിലധികം ഉണ്ടെന്നാടാ. ആണോ? 500 രൂപയ്ക്ക് അടിച്ചേ? ആ പറഞ്ഞ 200 രൂപയ്ക്ക് അടിച്ചിട്ട് ബാക്കി കൊടുക്കാം. അല്ല, 200 രൂപയ്ക്ക് അടിച്ചാ. 200 ഇങ്ങോട്ട് തന്നല്ലേ? ഇങ്ങോട്ട് തരി. ഇങ്ങോട്ട് തരാത്തെ കഴിഞ്ഞില്ലേ? ഇനി എത്ര ടോട്ടൽ എത്ര കിട്ടിയെന്ന് പറഞ്ഞു കൊടുത്താ? 4 മാസത്തെ അധ്വാനം ഒറ്റക്ക് ഉണ്ടാക്കിയത് ആൾക്കാരോട് പറഞ്ഞു കൊടുക്കുക. അതാണ് എണ്ണക്ക് 4000 അല്ലേ? 4446. അപ്പൊ ഉമ്മമാന്റെ കണക്കില്ല, ഉമ്മമാക്ക് അറിയില്ലേ? ഉമ്മല്ലേ ഉണ്ടാക്കിയത്? ഉണ്ടാക്കിയാണ് 4446. 4446 ഗൈസ് ഇമ്മമ്മ ഒറ്റക്ക് ഉണ്ടാക്കിയാണ്. അതിന് ഗൈസ് ഇമ്മമാക്കൊരു നിങ്ങളെല്ലാവരും വക ബിഗ് ടാൻസും സല്യൂട്ടും കൊടുക്കി അല്ലേ? പോവാ. എണ്ണടിച്ചിട്ട് നമുക്ക് തുടങ്ങല്ലേ? നമ്മൾ നേരെ പമ്പക്ക് ചെല്ലുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ വണ്ടി കൊണ്ട് ഒറ്റയ്ക്ക് പമ്പ് കയറുന്നത്. അല്ല വണ്ടി കൊണ്ട് കയറണേ. വണ്ടിയും കൊണ്ട് ഇത് ഓട്ടിയാണ് കയറണല്ലേ? ഓട്ടിയാണ്ട് വണ്ടി ഇതിലൂടെ വലത്താത്താ എടാ കറക്റ്റായിട്ട് ഇവിടെ തിരിച്ചല്ലേ വലത്താത്താ? അപ്പൊ 200 ചാവിയാണ്. ആദ്യമായിട്ട് ഞാൻ ഒറ്റക്ക് പമ്പക്ക് വണ്ടി വേണമെന്നു. പെട്രോൾ അല്ലേടാ? 200 പെട്രോൾ ആണേ. ഇത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഉമ്മമാക്കുള്ള എന്തൊക്കെ സാധനം വാങ്ങാൻ പോവാൻ. ഉമ്മ എന്താ സാധനം എന്ന് കഴിച്ച് നമ്മളോട് പറയണില്ല. അതാണ് 200 രൂപ ഗൈസ് എണ്ണ അടിക്കാല പൈസ. പൈസ പോയി അടിപ്പ്. എന്താണ് സാധനം വാങ്ങേണ്ടതെന്ന് കഴിച്ച് ഉമ്മ പറയണില്ല. അമ്മ പറയണത് അങ്ങോട്ട് അവിടെ എത്തിയിട്ട് ഞാൻ പറഞ്ഞുതരാന്നൊക്കെയാണ് ഉമ്മ പറയുന്നത്. നമുക്ക് അങ്ങോട്ട് പോയോക്കല്ലേ എണ്ണ അടിക്കിട്ട്? ചോദിച്ചു ഇന്നലെ എന്തെങ്കിലുമൊക്കെ പറയൂ. എന്താണ് മമ്മ പറയോ? ഞാൻ നാളെ അവിടുന്ന് കുട്ടികൾ എടുത്തപ്പോഴേ അവിടെ ഒരു പുറപ്പ് കണ്ടു. അപ്പൊ പുറപ്പ് ഒരു വിരിപ്പ് കൊടുക്കണം എന്ന് കരുതിക്കണം. ആണോ? അല്ല കമ്പിളി പോപ്പില്ല അപ്പൊ പേരില് വേണ്ടാന്ന് പറയുന്നേ? ചൂടുണ്ടാവും കാര്യല്ലേ ഞാൻ പറഞ്ഞു. അപ്പൊ എടുക്കണ കാര്യം പറഞ്ഞു. അതെ ഇമ്മമാന്റെ പൈസ ഇമ്മ എന്താ നമ്മള് നോക്കാൻ നിൽക്കണ്ട. അല്ലേ എനിക്കുന്നാള് പുതപ്പില്ലേ? അതല്ലേ എനിക്കുന്നാള് പുതപ്പില്ലാത്തതുകൊണ്ട് ഇമ്മമാനോട് ഇമ്മമാന്റെ പുതപ്പ് രചിച്ച ഉമ്മ പറഞ്ഞു അയച്ചില്ലാണ്. ഏത് അയച്ചിട്ടില്ല അറിയണ്ട ഗൈസ്. നമ്മൾ അടിച്ചോ? മതിയോ? മതി 200 രൂപ മതി ധാരാളം. കൊല്ലഞ്ഞ് ഗൈസ് ബസ് കുറെ കുട്ടികളുണ്ട്. കുട്ടികളൊക്കെ ചൂണ്ടിക്കാട്ടുണ്ടെന്നല്ലേ? വണ്ടി പോയിക്കോട്ടാണ് ലിജ കൊടുക്കാൻ വണ്ടി മുമ്പ് എടുക്കണേ. ആണോ? എടാ വണ്ടി പോയി മറ്റേ ഇതും കൂടി എഴുതിയേക്കല്ലേ ഫസൽ ഫാമിലിന്ന്. എന്നാൽ പെട്ടെന്ന് ആൾക്കാർക്ക് സ്പോട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അത്രക്കും റോഡൊന്നും പോരെ മമ്മ ഓലിക്ക്. അറിയില്ല ഞാൻ അവിടെ നോക്കിയിട്ട് കാണണില്ല. അത് ശരി അവിടെ നിർത്തി ഇജ് മുമ്പ് എടുത്തോ? അത് പാടറിയാ കുട്ടികൾ ബസ് വരുന്നുണ്ട്. ഓര് പോയിക്കോട്ടെ ഓര് മുമ്പ് പോയിക്കോളെ. കേറി പോകേണ്ട ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഉമ്മ കേറി പോകുമ്മ. നമ്മള് സൈഡ് കൊടുത്തോ ഓളി കേറി പോകണമെന്നുണ്ടെങ്കിൽ ഓല് പോയിക്കോളും കേട്ടോ. പോണോ? നിങ്ങളെ രണ്ടാള് ബേജാറ് ഒഴിവാക്കിയാൽ മതി. എനിക്കില്ല ബേജാറ് കൈ ബേജാറ്. ഒരു റോട്ടിൽ ഇറങ്ങി കഴിഞ്ഞാൽ ഇമ്മേ വണ്ടി ഇമ്മേ മറ്റേത് പറഞ്ഞിട്ട് തുടങ്ങുവര്. ബാക്കിയുള്ളവരെയും കൂടി പേടിപ്പിച്ചാനായിട്ട് പോയി ടിപ്പറൊക്കെ വരണം നോക്കിട്ടോ. സ്റ്റിക്കറാടി ഇറങ്ങാൻ നിൽക്കരുത്. ആക്കം പോലെ റോഡ് മെല്ലി വെച്ച് ഇറങ്ങിയാൽ മതി റോഡൊക്കെ നോക്കിയിട്ട്. വരി അല്ല നമ്മളെ കടയിലത്തെ കാട്ടിയാണ് പോണേ. മൂപ്പര് ചായ അടിക്കാൻ വേണ്ടി പോവുകയാണ്. മൂപ്പര് നമ്മള് ബുദ്ധിമുട്ടിച്ചോന്നറിയില്ല. വിളിച്ചിക്കണേ കച്ചവടം കിട്ടാനല്ലേ നമ്മള് വിളിച്ചു. അതെ വിളിച്ചിക്കണ്. മൂപ്പര് വരുന്നുണ്ടെന്നല്ലേ മൈക്കോടെ എൻ്റെ അടുത്താ. ഓക്കെ കമോൺ. മമ്മതില് ഏത് പതപ്പാ കണ്ടീനെ കഴിഞ്ഞ ആഴ്ച വന്നപ്പോ? ഇതോ ആ കാണുന്ന ബ്ലാങ്കറ്റ് ആണ് കഴിച്ച് മമ്മ കണ്ടത്. അതിന്റെ ഉള്ളില് ബ്ലാങ്കറ്റ് ഉണ്ട്. അത് അല്ല വന്ന് ഓപ്പൺ ആക്കട്ടെ.
തുറന്നു നടക്കാം അതാ കയറിക്കോ കയറി ഒരു സ്റ്റെപ്പ് ഉണ്ടല്ലേ ചായക്ക് വരേനില്ലേ മമ്മ ബ്ലാക്കറ്റ് നോക്കിക്കോളി മമ്മ പറഞ്ഞേ നോക്കാനൊന്നുമില്ല കണ്ടുവച്ച് പോയിന്നല്ലേ പറഞ്ഞേ മമ്മ ആയില്ലേ കിട്ടിയില്ലേ കിട്ടി സന്തോഷായില്ലേ അപ്പൊ സന്തോഷം ഓ നിങ്ങളുണ്ട് നിങ്ങളെന്തായാലും ഉണ്ട് നിങ്ങളിത് കഴിഞ്ഞിലുണ്ടാവില്ല നിങ്ങള് ഇന്നിട്ടിട്ടുള്ളത് മിഞ്ഞാന്നല്ലേ ഇപ്പൊ ഞങ്ങള് വന്നത് ഇവിടെ മിഞ്ഞാന്നല്ല ഇന്നലെ 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 വന്നത് ആണോ അന്നത്തിലോ ഇന്നിട്ടിലുണ്ട് നോക്കി നിങ്ങള് ഓക്കെ സെറ്റാക്കാം പോലെ മമ്മ പൊറാട്ട പൊറാട്ടെ ബാ വെരി കയറി ഞങ്ങൾ പൊറാട്ട അങ്ങനത്തെ അത് പോയിന്നാ ഓക്കെ ശരി എന്നിട്ട് കീശയിലിട് കജിന്ന് പോവുള്ളൂ ഏത് പൈസ ശരി പൈസ എന്നെ ഏൽപ്പിച്ചണേ ഞാനെന്താ കാട്ടറിയില്ല കേട്ടോ പൈസ ഒക്കെ കൊഞ്ഞാടി പോയാ പിന്നെ എങ്ങനെ കൊഞ്ഞാടി പോയാലേ അല്ലേ പൈസ കൊണ്ട് ഞാനെന്തൊക്കെ കാട്ടറിയില്ല ചോദിക്കാരോ എടാ എന്താ എന്തേ സ്വന്തമായിട്ട് വണ്ടിയിലെ ആൾക്കാരൊക്കെ ഇങ്ങനെ ഇടക്കിടക്ക് നോക്കും അത് കണ്ടോട് നോക്കിയ ചേച്ചി പോടാ കേറി മമ്മ അപ്പുറത്ത് കൂടെ ആ പീടിന്ന് അവിടെ വാങ്ങല്ലേ പൊറാട്ടെ എന്നാ ഇവിടുന്ന് വാങ്ങിക്കോളി എന്നാ അവിടുന്ന് എന്താണ് എടാ മോണ്ടാ മമ്മക്ക് പൊറാട്ട വേണമെന്ന് ഞങ്ങൾ പോയി പൊറാട്ട വാങ്ങിട്ട് അങ്ങനെ ഇവിടെ കടയിൽ നിന്ന് വാങ്ങാം എന്നാ നടന്നോളി മമ്മ വരി ഞാനും വരണം ഇജ്ജ് പോയി വാങ്ങിയപ്പോ ശരി ഇപ്പൊ ഞാനോ വാങ്ങേണ്ടി പോരി എത്തപ്പം പോയി അത് അതിനുള്ളിൽ വെച്ചളി വളച്ചോണേ ഏത് വെച്ചാലും പേരാണ് അവിടെ മുമ്പത്തെ സീറ്റിൽ വെച്ചളി അവിടെ വെച്ചളി അവിടെ വെച്ചളി വരി നമുക്ക് പോയി പൊറാട്ട വാങ്ങിട്ട് തരാം പത്തെണ്ണം വേണം പൊറാട്ടയും ബീഫും വാങ്ങി തരുമോ എന്തേലും വാങ്ങിക്കോളൂ വാങ്ങി തരുമോ അല്ലേ വേണ്ട പൊറാട്ട മാത്രം മതി കറി എന്താ അവിടെ സാമ്പാറോ അവിടെ എന്താണെന്ന് വെച്ചാൽ അറിയില്ല കാക്ക പൊറാട്ട ഉണ്ടോ അയച്ചോ എത്ര വേണ്ടിയാ 10 എണ്ണോ 10 10 പൊറാട്ട അടിക്കും നിങ്ങളെ കാലം തെറ്റിയേ എങ്ങനെ ഓ പടം പറഞ്ഞോ എങ്ങനെ പടം പറഞ്ഞു ഇതിപ്പോ എത്ര ദിവസം ഉണ്ട് ഇനി ആണോ 20 ദിവസം കൂടിയില്ലേ എവിടുന്ന കെട്ടണ അവിടെ ഇരുന്ന് കായ് വാങ്ങിയാൽ പൊറോട്ട വാങ്ങണ്ടേ പൊറോട്ട വാങ്ങിയിട്ട് നേരെ പൊറാട്ടിക്ക് കറി എന്താ കറി എന്തോ കറിയുണ്ട് അയക്കിലെ കറി വാങ്ങിക്കണേ ഹൈക്കിലെ കറി വാങ്ങിയത് എന്താ പണി ഞാൻ പോയി പഠിക്കാം ശരി വാ കയറി അയക്കൂടെ കയറിക്കള അപ്പുറത്ത് കൂടെ ചെന്നോളി നോക്കി കയറി കേട്ടോ വണ്ടികളൊക്കെ വരുന്നുണ്ടോ അപ്പുറത്ത് കൂടെ പൈസ എൻ്റെ അടുത്തുണ്ട് B6 അതെ അതെ നമ്മളടുത്ത് ഇല്ല വെച്ചാണ്ട് രസമാണ് പൈസ കൊടുത്താണ് എൻ്റെ അടുത്തുണ്ട് ഓക്കെ മീൻ കിട്ടി പോലെന്നാ നമ്മ മീൻ കൈ പിടിച്ചോളി മീൻ വാങ്ങി ഞങ്ങൾ പോകുകയാണ് പെരീക്ക് ഇനി ഒരു പരിപാടി ഇല്ലല്ലമ്മ ഇനി പെരി പോവാ ഓക്കെ നമുക്ക് നേരെ എന്തായാലും പെരീക്ക് എത്തിയിട്ട് ആണോ ഗൈസ് അപ്പോൾ ചാത്തമുണ്ടെന്ന് ഞാനാക്കിയാലും കാർ എടുക്കാൻ പോണത് എൻ്റെ ഡ്രൈവിങ് കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് എല്ലാവരും കൂടി കമൻറ്റ് ചെയ്യണേ കുറച്ച് സ്കൂൾ ടൈമാണ് ബസ്സുകളൊക്കെ ഉണ്ടാവും പറയാൻ പറ്റില്ല എന്തായാലും നമുക്ക് സെറ്റാക്കാം സൈഡിൽ എടുത്തിക്കോ ഞാൻ 150 കുറവ് പോകൂല ഇനി അങ്ങോട്ട് പിന്നെ ഡ്രൈവിംഗ് എന്താന്ന് ഇനി ഞാൻ കാട്ടിത്തരാം പാറ്റ് പറിക്കാണ് അനുവിനോട് പറിക്കാന്ന് പറയാ അത് ശരി മോട്ട നല്ലൊരു 8ന്റെ പണി തന്നു ഇത്രയും നേരം ഇവിടെ എന്നോട് പറഞ്ഞ ആള് പെട്ടെന്ന് അവന്റെ കൂട്ടുകാരൻ വന്നപ്പോ എപ്പോ വരാ ഞങ്ങോട്ട് പോയിക്ക് പറഞ്ഞാൽ ഒറ്റ പോക്കാണ് പോയി വണ്ടി ഏൽപ്പിച്ചാണ് ഇതാക്കണത് ഇതിലിപ്പോ ഞാനുണ്ട് ഇമ്മ ഉണ്ട് ഇമ്മമ്മ ഉണ്ട് ഇതാക്കണേ എവിടെയല്ലാത്ത രലിലായില്ലേ പൗതിക്ക് വെച്ചാണ് പോയി ഗൈസ് എന്നോട് എടുക്കാൻ പറഞ്ഞേക്കണേ എന്നോട് പറഞ്ഞു ഒന്നാഴ്ച വ്ളോഗ് അതിന്റെ പേരാണ് പെരിയെ പോയിക്കോന്ന് പറഞ്ഞേ അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യാണ് എന്തായാലും എന്നോട് എടുക്കാൻ പറഞ്ഞല്ലേ ഞാൻ എടുക്കാണ് ഞാൻ അവിടെ വരെ വരെ എടുക്കാണ് എന്നാ പിടിച്ച് പോയോക്കല്ലേ മമ്മ പോകല്ലേ ഒറ്റ ധൈര്യത്തിലാണ് പോവാ
കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ വയ്ക്കുവാക്കിയല്ലേ. അരുകൂടെ പതുക്കെ ഇങ്ങനെ പോണം. ടെൻഷൻ അടിച്ചൊന്നും വേണ്ട കേട്ടോ. ഓക്കെ പോവല്ലെന്നാ ഒപ്പം വരൂല്ലോ ഒന്നിന്. ഓലൊക്കെ പോയിക്കോളാം. ഓലൊക്കെ അത്രക്കും ദൂരെയാണ്. ഓക്കെ എന്നാ അമ്മ പിടിച്ചെന്നോ. കാണില്ലേ എന്നെ കിട്ടുന്നില്ലേ? മഞ്ഞൊക്കെ കിട്ടണുണ്ട്. ഓക്കെ ആദ്യം നമ്മൾ ഹാൻഡ് ബ്രേക്ക് താത്തി വണ്ടി. ഇതിന് ക്യാമറ എവിടെ? ഈ ഭാഗത്ത് ഒക്കെ ക്യാമറ തന്നെയാണ്. അതാ ക്യാമറ അറിയില്ല ഒരു മൊബൈലിൽ രണ്ട് എവിടെയാണ്? ഓക്കെ അല്ലേ? ഓക്കെ ഫസ്റ്റ് നമ്മൾ ഫസ്റ്റ് ഇടണം. പോലെന്നാ പോക. നമ്മള് പോവുകയാണ്. ഉമ്മയാണ് ക്യാമറ പിടിച്ചേ. അതിൻ്റെതായിട്ടുള്ള കുത്തിക്കുലുക്കൊക്കെ ഉണ്ടാവും കേട്ടോ. മുമ്പ് അടി കൊടുക്കേ. കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ഓട്ടാൻ വെക്കുന്നുണ്ട്. മെല്ലെ പോകാനൊക്കെ വെക്കുള്ളൂ എനിക്ക്. അതായത് പെട്ടെന്നൊരു വണ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ സൈഡൊക്കെ കൊടുക്കാൻ അറിയാം. അല്ലാത്ത വേറെ പ്രശ്നമൊന്നുമില്ല. നല്ല കുത്തിക്കുലുക്കുണ്ട് കേട്ടാ. എനിക്കിതൊന്നും അറിയില്ല കേട്ടടാ. പതുക്കെ തന്നെ പോണേ. അറിയണ വഴിക്കൊക്കെ പോവുന്നുണ്ട്. പോയി നോക്കട്ടെ. അതൊക്കെ നോക്കിക്കൊണ്ട് മമ്മ. അതാ ഇന്ന അത്രക്ക് കൊച്ചാക്കല്ലേ മമ്മ. ആയിക്കോട്ടെ. എനിക്ക് ബൈക്ക് ഓട്ടിയാണ് മമ്മ. റോഡത്തെ പരിചയമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ആരും ചെന്നാൽ കുത്തൂല. ഓക്കെ പേടി വേണ്ട. എന്നാലും എത്രയായാലും പേടി ഉണ്ടാവും. വരക്കാരല്ലേ. സ്പീഡ് കൂടിയോ? സ്പീഡൊന്നും കൂടില്ല. നിങ്ങൾ പേടിച്ചാ നിന്നോട്. നമ്മളവിടെ എത്തിട്ടോ. മന കാലഘട്ടം നീക്കിച്ചാ മതി മതി. സ്പീഡ് മതി 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 മതി. അൽഹംദുലില്ലാഹ്. മതി 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 മതി. ഫോൺ ശരിയാക്കിക്കോളും. ഓക്കെയാണോ? എന്നെ കൊണ്ട് പറ്റണ വായിക്കാൻ അടുത്താണ് ഇവിടെ നമ്മളെ പെരയിൽ അവിടെ എത്തിച്ചിരിക്കണേ. ഇറങ്ങി ഇറങ്ങി എന്താണ് വെറും കഴിച്ച് ഞാൻ ആകെ ബേജാറായി. ക്യാമറ കാണുമ്പോ കുത്തി കുലുക്കിയിട്ട് വെച്ചാ കുഴപ്പമില്ല. നമ്മമാനെ ഇറക്കി എങ്ങനെ ഉണ്ടായിന് മമ്മ ഇവിടം വരെ നമ്മള് പോകുന്ന റൈഡ്? ഒന്നും അറിയില്ല. അറിഞ്ഞ കുട്ടി കുത്തിരുന്നില്ലല്ലോ. വൈകുമ്പോലെ വിട്ടില്ലേ? അൽഹംദുലില്ലാ ഗൈസ്, ഞാനങ്ങനെ സൈഡിക്ക് വെച്ചു. ഞാൻ കാട്ടിത്തരാം ഉണ്ടാക്കണേ. കുറച്ച് ഇത്രക്ക് സൈഡിക്കൊക്കെ വെച്ചിട്ടോ. എന്നെ കൊണ്ട് പറ്റണ വൈക്കൊക്കെ വെച്ചിക്കണ്. റോഡിൻ്റെ കുറച്ച് ഇങ്ങോട്ടാണെന്നുള്ളൂ അല്ലേ? ഏകദേശം കറക്റ്റ് തന്നെ അല്ലേ? അല്ലേ സൈഡിക്ക് തന്നെ അല്ലേ അമ്മ? സൈഡിക്ക് തന്നെ അയക്കണല്ലേ? ഉമ്മാൻ്റെ സാധനങ്ങളൊക്കെ എടുത്തില്ലേ? പൊറാട്ടി, അതേപോലെ മീന്. പൊറാട്ടോടെ അതിലുണ്ട്. മീനോ? ഇതില് മീനും മൻ്റെ കയ്യില. ഡ്രസ്സൊക്കെ എടുത്തില്ലേ? നീ നേരം തരുമടി? പെരി പോവല്ലേ ഗൈസ്? പെട്ടെന്ന് രാത്രി നേരം പെട്ടെന്ന് ഇരുട്ടിക്കൊണ്ട് കിട്ട്. നമ്മൾ നടന്നല്ലേ പോണേ. വണ്ടി ബാക്കിലല്ലേ? ഒക്കെ സൈഡിൽ കൂടെ പോയിക്കോളും. ഉമ്മ എവിടേക്ക മണ്ടണ്? അതാ ഡ്രസ്സുമ്മ ഉണക്കണ മീന്. നമ്മള് പെരിയിൽ വന്നെത്തി. ഇപ്പം നമ്മള് വെല്ലുമ്മ വാങ്ങിക്കൊണ്ടുവന്ന പൊറാട്ട കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പത്തിനാക്കണ ഉമ്മ ഇവിടെ എന്തൊക്കെയാ ചതച്ച് വെച്ചത്? അതെ ഇഞ്ചി, ഇതൊക്കെ ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, പച്ചമുളക് അരിഞ്ഞ് വെച്ചു. മീൻ കറി വെക്കാൻ വേണ്ടിട്ട്. മീൻ കറി വെക്കണ പൊരിച്ച് ചെയ്യണേ? രണ്ടും ഉണ്ട്. പൊരിച്ചനുണ്ട് കറി വെക്കണുണ്ട് അല്ലേ? നല്ല അടിപൊളിയാക്കി പൊരിച്ചാണ്ട് തരിട്ടോ. ഇതെന്താ? ഇത് ഉച്ചക്കത്തെ ഉപ്പേരിയാണ്. ചൂടാക്കിയിട്ട് ഉപ്പേരിയും കൈപ്പങ്ങയില്ലേ? കൈപ്പങ്ങയും പിന്നെ മറ്റേതൂല്ലേ പയറ്. അങ്ങോട്ട് കൊണ്ട് നീക്കിയാണ് ഉണ്ടാക്കല്ലേ? ഇപ്പൊ ജസ്റ്റ് ചൂടാക്കാൻ വേണ്ടിട്ട് ഒരു സൈഡിൽ അതും ഒരു സൈഡിൽ ഇതില്ലേ? ഏതായാലും നന്നായി. എന്നാ പൊറാട്ട ഒന്നല്ലേ പൈച്ചണില്ലേ? അപ്പൊ എരി പൊറാട്ട അടിക്കുന്ന എവിടെ? പൊറാട്ട ഇവിടെ ഇതല്ലേ? പാത്രം അടിക്കും. അമ്മ പാത്രം കൊണ്ടുവരുന്ന ഗൈസ്. നമുക്ക് പൊറാട്ട തന്നാ. കറി എവിടെ ഇതിലുണ്ടോ? ഉണ്ടോ ഗൈസ്? നേരം കുറച്ച് ഇരുട്ടായി. ഇമ്മ വാ ബേരി പൊറാട്ട തന്നണ്ടേ? കമോൺ.
അല്ലാ പൈച്ചുണ്ട് ഗൈസ്. പ്ലേറ്റ് ഇതാക്കണ്. 2 പ്ലേറ്റും കൂടി എടുത്തു. ഓൻ തരായിട്ടും വന്നിട്ടില്ല. ഓൻ വന്നിട്ട് ഇനി ഓൻ്റെ പൊറോട്ട ഓൻ തിന്നോളും. നമുക്കില്ല ഇവിടെ തിന്നാം. കറി ഇതാ. അതിൻ്റെ ഒപ്പം കിട്ടിയ കറിയാ. എന്നാ പേര് ഇനി എന്താ ഇവിടെ വെള്ളം എടുക്കാണ്ടോ? വെള്ളം എന്തിനാ ജഗ്ഗിലുണ്ടല്ലോ. ഒരു 100 നടക്കണ്ടല്ലോ. നടക്കി ഈ കസാര എടുത്തോളി. അവിടെ ഇരിക്കാൻ സ്ഥലം ഉണ്ടാവില്ലല്ലോ. വേണ്ട ഞാൻ കൈ പിടിച്ചോണ്ട് വരി ഇമ്മ വര് ഇരുന്നോളി. മമ്മ കണ്ട് ഇരുന്നോളി. അങ്ങനെ നീക്കേണ്ടി ഇരുന്നോളി. അങ്ങനെ സൈഡിക്കാണ് പോയിക്കോളി. മറ്റേ കസാല എടുത്തോളാ. അങ്ങനെ സൈഡിക്കാണ്ടിരുന്നോ. മേരിക്ക് ഗൈസ് നമ്മളങ്ങനെ പൊറാട്ടന്റെ കെട്ട് ഇവിടെ അയച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് മമ്മ. കുഴപ്പമില്ല. കിട്ടാ മതിയല്ലോ. അത് നിലത്തേക്ക് വെച്ചളാ. ഇത് ഇലല്ലേ? ഇലല്ല ഇതല്ലേ? ഇങ്ങോട്ട് വെച്ചളാ. ലൈക്ക് ഇട്ടാ പോരെ. കറി ഒഴിച്ചോളി മമ്മ. കറി എടുത്ത് ഒഴിച്ചോളി. എന്നിട്ട് എങ്ങനെയുണ്ട് തിന്നിട്ട് പറയും. അമ്മ പിച്ച് ചീന്തിട്ട് വരുമോ? പറഞ്ഞാലൊക്കെ കേൾക്കും ഗൈസ്. പിച്ച് ചീന്തിട്ട് വരാൻ പറഞ്ഞാൽ കേൾക്കൂലേ? പണ്ട് കുറേ വാരിയൊക്കെ തന്നാണ്. പണ്ട് നല്ല എപ്പോഴും വാരി തരും കേട്ടോ. അതിന് പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. അങ്ങനെ ഒന്നുമില്ല. വെജാത്ത ടൈമിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര സ്നേഹമാക്കിയല്ലേ. പക്ഷെ വേറെ ആരും ഇല്ലെങ്കിൽ അല്ലേ? ഇല്ല മാമ. അതെ അതെ അതെ. കറി വെച്ചു മാമ. പിച്ച് ചീന്തിട്ട് കുത്തിരിക്ക. ഗൈസ് എനിക്ക് ആവി പിടിച്ചാണ്ട് തൊണ്ടവേനൊക്കെ ഉണ്ട്. അപ്പൊ സൗണ്ടും പോയിക്കണ് കൊറേ. അപ്പൊ ഞങ്ങൾക്കൊന്ന് ക്ലിയർ ആവാണ്ട്. എന്തായാലും ഗൈസ് എന്നാ നമുക്ക് അതിന്റെ പേരല്ല മമ്മ. എന്നാ പറഞ്ഞാലേ എല്ലാവർക്കും അസ്സലാമു. എന്റെ ഇന്നത്തെ സമ്പാദ്യം വിറ്റിട്ട് എന്തൊക്കെ വാങ്ങിയെന്ന് പറഞ്ഞു കൊടുത്തല്ലേ. പൊറാട്ട വാങ്ങി, മീൻ വാങ്ങി, പിന്നെ കൈയിടുക്കി ഒരു വിരി വാങ്ങി, ഒരു പുതപ്പ് വാങ്ങി, 3 ടവല് വാങ്ങി, മീൻ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയില്ലേ. വാങ്ങി. ഒരു 4 മാസത്തെ അധ്വാനല്ലേ പറഞ്ഞേ? 4 മാസത്തെ അധ്വാനല്ലേ. അതായത് ഒട്ടുപാല് മാത്രം വിറ്റിട്ട് നമ്മള് പൈസ ഉണ്ടാക്കിയത്. നമ്മള് നല്ല ഇമ്മമ്മ പൈസ ഉണ്ടാക്കിയതാണിത്. അതുകൊണ്ടാണ് നമ്മള് ഇതാക്കിയത് അല്ലേ? അത് കാര്യായില്ലേ? കാര്യായി. അതിപ്പോ ആ ചെറിയ മരം കൂടിയൊക്കെ കാനലില്ലെങ്കിൽ വളരെ കാണിച്ചാണ്ടല്ലോ ഒരു സീറ്റ് തന്നെ കിട്ടും. 18 മരം ഉണ്ട് കാണില്ല. ഒക്കെ ചെറിയ തൈയാണ്. മൂപ്പുണ്ട്, വളർച്ചല്ല. പിന്നെ ഞാൻ അതിനൊന്നും വളരൂലേ. ഇപ്പോഴും ഒന്നുമില്ല അതിന് വളം. വലിയന് മാത്രമേ വളരണുള്ളൂ. മറ്റേത് കിട്ടുന്ന നീര് വലിയ കാനല്ലല്ലേ. അങ്ങനെ അപ്പൊ ഗൈസ് ചായ ഇത് മതി. വെള്ളം ഉണ്ടല്ലോ. നമ്മ അതിന്റെ പേര് എല്ലാവർക്കും അസ്സലാമലൈക്കും. അടുത്ത വീഡിയോയിൽ കാണാം. അതിലെല്ലാവർക്കും അസ്സലാമലൈക്കും ഗൈസ്. എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം.